ഹായ് 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 ചെയ്യുമ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പം രാവിലെ 7:30 7:30 ഞങ്ങൾ എന്താ വെച്ചാൽ 7:00 ഇത്ര നേരത്തെ ഇറങ്ങാൻ കാരണം ഇതിപ്പോൾ വീട് എത്ര ദിവസമുള്ളൂ. അപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇവിടുന്ന് നമുക്ക് മുതുമലയിലൂടെ പോകാൻ വേണ്ടി പറ്റില്ല. മുതുമല ടൈഗർ റിസർവിലൂടെ നമ്മളെ ഗൂഡല്ലൂർക്ക് വിടില്ല. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ബന്ദിപ്പൂരിലൂടെ കയറിയിട്ട് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെ കയറിയിട്ട് മുത്തങ്ങ പോയി ചാടി അവിടുന്ന് പിന്നെ പന്തല്ലൂരിൽ നിന്ന് പിന്നെ നേരെ നാടുകാണി നിലമ്പൂർ. അതാണ് നമ്മുടെ റൂട്ട്. നമ്മൾ അങ്ങനെയാണ് ഇറങ്ങിപ്പോക്ക്. ഞങ്ങൾ കാലിക്കറ്റി കൂടെ അങ്ങനെ വല്ലാതെ വരാറില്ല. കാരണം ഇതിൽ ഈ ഒരു പ്രകൃതിയും കണ്ട് പിന്നെ മാത്രമല്ല നിലമ്പൂർ വഴി പോകുന്നതിൻ്റെ ഒരു ഞങ്ങളുടെ ട്രിപ്പുകളൊക്കെ അവസാനിക്കുമ്പോൾ ഞങ്ങൾ അത്തരത്തിലാണ് ഇവിടെ ഈ ഭാഗത്തുനിന്നായിട്ട് ഇറങ്ങിപ്പോക്ക്. അതിൻ്റെ ഈ പമ്പ് നമുക്ക് ഇനി അവസാന പമ്പാണ്. നല്ല മഴയായിട്ടും മഞ്ഞ് മൂടിയിട്ടും ആകെ മഞ്ഞൊക്കെ മൂടിയിട്ട് ഈ ഗ്ലാസ്സൊക്കെ ആകെ മൂടിയെന്നോടാ. ഈ ഗ്ലാസ്സൊക്കെ ഫുള്ള് മൂടിയത്. ഇപ്പോൾ കുറച്ച് തുറന്നതാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇത് നമ്മളുടെ അവസാന രാത്രിയായിരുന്നു. അതായത് ഈ ട്രിപ്പിലെ അവസാന രാത്രിയായിരുന്നു ഇന്നലെ. ഈ ട്രിപ്പിലെ അവസാന പമ്പാണ് ഈ ഒരു പമ്പ്. അവസാന പമ്പാണ്. ഇനി നമ്മൾക്ക് എണ്ണ അടിക്കാൻ പോലും പമ്പ് കയറേണ്ട ആവശ്യമില്ല. ഇന്ന് സ്റ്റോക്കല്ലേ? സ്റ്റോക്കാണ്. അപ്പം അങ്ങനെ ഇന്ന് വീടെത്താൻ വേണ്ടി പോവാണ്. ഇവിടെ ഏകദേശം 170 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മളെത്തും. നമ്മളിപ്പോൾ ഇന്നലെയൊക്കെ 160-170 കോടിയല്ലേ, അതെത്തും. പക്ഷേ ഇത് എൻ്റെ വിഷയം അറിയോ, നമ്മൾ പോകുന്നത് എന്താ പന്തല്ലൂർ വഴി ആയതുകൊണ്ട് അതിലൊക്കെ സ്പീഡിലും അല്ല പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. ഈ ഹൈവേയിൽ പറഞ്ഞ മാതിരി അതിലൊക്കെ കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, വളവുണ്ട്, തിരിവുണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ ശ്രദ്ധിക്കണം, കാലാവസ്ഥ ശ്രദ്ധിക്കണം. ഏതായാലും വളരെ ശ്രദ്ധിച്ചാൽ പോകുന്നത്. ഏതായാലും ഇത് ഇറങ്ങില്ലെന്നാ ഇത് കുക്കിംഗ് ഇല്ല, ഒക്കെ പുറത്തുനിന്നാണ്. ഒക്കെ പുറത്തുനിന്ന് അറിയാൻ മാത്രമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ രാവിലെ ചാടിക്കണം, അതുകഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ചോറ് വൈകിട്ടേക്ക് ആകുമ്പോഴേക്ക് ഒരു ചായ കുടിക്കും. രാത്രിക്കത്തെ ചോറ് പിന്നെ എന്തായാലും വീട്ടിൽ നിന്നുണ്ടാവും. ഇറങ്ങല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ നമുക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നേക്ക് 60ാമത്തെ ദിവസമാണ് നമ്മുടെ യാത്ര ആരംഭിച്ചിട്ട്. 60ാമത്തെ ദിവസമാണ്. ഏതായാലും ഇനി വീടെത്തട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് നോക്കാം. പോകുന്ന വഴിക്കുള്ള മനോഹരമുള്ള കാഴ്ചകൾ കണ്ടിട്ട് പോയാലോ? പോകണമെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവണ്ടേ? വണ്ടി സ്റ്റാർട്ടാവണില്ല. ദാഹ തണുത്തിട്ടാണോ മൊത്തം തണുത്തല്ലേ? എന്താ അറിയില്ല. കുറെ നേരമായി ട്രൈ ചെയ്തോണ്ടൊക്കെയാണ്. സ്വിച്ച് കംപ്രസും വലിച്ചിട്ടുണ്ട്, സെൽഫ് അടിക്കുന്നുണ്ട്, ചാവി ഓണാണ്. ഈ പ്രശ്നം അതിന് മാറിയിട്ടുണ്ടായിരുന്നില്ല. കൊറേ വയറുണ്ടല്ലേ ഈശ്വരാ. യാരുടാണ് ഈ ഒറിജിനല്? ഡ്യൂപ്ലിക്കേറ്റ് ഇരിക്കാ. സ്റ്റാർട്ട് ആവടാ. അതെ, ഇന്ന് വാങ്ങ് 99 ദിവസമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് തള്ളിയിട്ട് സ്റ്റാർട്ട് ആക്കേണ്ടി വരും. പിന്നെ നിർത്തുമ്പോഴൊക്കെ തള്ളേണ്ടി വരും കേട്ടോ. മിക്കവാറും അടക്കുന്നു വേണ്ട, പിന്നെ അടക്കാം. എന്താ അടക്കുക? ഞാൻ എന്തായാലും ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും നമുക്ക് അറിയില്ലല്ലോ. എന്നാച്ച് ഇവിടെ വിരല് അരക്കിന് തുടങ്ങി. 2 വിരലോണ്ടാ നിൽക്കുന്നത്. തള്ളല്ലേ? ബാറ്ററി ഇറങ്ങിയ വിഷയമല്ലേ? കണ്ടോ ഹോണടിയിലുണ്ടോ? ഹോണടിയുണ്ട്. മോട്ടർക്കുള്ള പവറിന് ഉള്ള കണക്ക് ഇനി കിട്ടും. ഓക്കെ. ഉള്ളുന്ന് തെറ്റ് കയ്യു സ്റ്റാർട്ടായി. എന്താ പാടില്ല, ആവശ്യം പാടില്ല. ചൂടായിക്കോട്ടെ. അതെ, സ്റ്റാർട്ടായി. അതെ, തണുത്തിട്ടാണ്. നമുക്ക് പൊതുവെ ഉള്ളതാണ്, പക്ഷെ ഇതിന് കുറച്ചുകൂടി നീണ്ടേ. അപ്പൊ ഇവിടെ നല്ല തണുപ്പാണ് രാത്രിയിലൊക്കെ. പുതച്ചിട്ടൊന്നും കാര്യമല്ല, പുതപ്പിനെ മറി കടന്നുകൊണ്ടുള്ള തണുപ്പാണ്. പിന്നെന്താ
ഇല്ല ഉറങ്ങാൻ പോട്ടെ പാടി അറിയില്ലേ തണുത്തിട്ട് ഇത്രയും തണുപ്പിൽ നമുക്ക് വർക്ക് ചെയ്യില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഞാൻ. കണ്ണിന്ന് വെള്ളം വരിക എന്താ ഉറക്കം പോയിട്ടാ ഉറക്കം പോയിട്ടാണ്. അവസാന പമ്പിൽ നിന്നും അതെ ഞങ്ങൾ 2 പേര് ഞങ്ങൾ 3 പേര് ഞങ്ങളുടെ ഗജവീരനുമായിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് ചായ അടിക്കണം പോണതൊക്കെ. അങ്ങോട്ട് പോയാൽ മൈസൂര്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നഞ്ചങ്ങോട്, ഗുണ്ടൽപേട്ട്, ഊട്ടി, തൊപ്പക്കാട്, കറുപ്പള്ളി, ഗൂഡല്ലൂര്, പിന്നെ അങ്ങോട്ട് സുൽത്താൻ ബത്തേരി, ബന്ദിപ്പൂർ, സുൽത്താൻ ബത്തേരി, വയനാട്, കോഴിക്കോട്, കാലിക്കറ്റ്, അങ്ങനെ ഒരുപാട് കേരളം, തമിഴ്നാടൊക്കെ പോകാൻ വേണ്ടി പറ്റും. പോയി നോക്കാം നമ്മള്, പോയി നോക്കാം. അതായത് കുറച്ച് ദൂരം പോകുന്നിട്ടുള്ളൂ. പാട്ടയുണ്ട്. ഇതിന് വേണ്ടപ്പോ പൂരി ഉണ്ട്. ഇതിലൊക്കെ ഒരു മസാല ഉണ്ട്, ചട്നി, സാമ്പാർ, ഇത്തരം സംഭവങ്ങളാണ്. ഒരു പ്ലേറ്റ് കൂടി വേണം. തെരുവിലാവോ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിന് തല്ലുകൊണ്ട് വരും, ഒന്നിനു വേണ്ടി തല്ലുകൊണ്ട് വരും. ചായ ഉണ്ടാവല്ലേ? സൂര്യകാന്തിയാണതേ. ഫുള്ള് സൂര്യകാന്തി. നമ്മള് എന്താ പോരുന്ന വൈക്ക് ഫുള്ളായിട്ട് കാണുന്നത് നമുക്ക് സൂര്യകാന്തിയാണ്. നല്ല കാറ്റാണ്, തണുത്ത കാറ്റ്. ഇപ്പൊ സീസണാണ്. ഇപ്പൊ ഈ ടൈമിൽ ഇങ്ങോട്ട് ഈ ഗുണ്ടൽപേട്ടും അധികം കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് സൂര്യകാന്തി ചെറുതുണ്ടാവും നേരത്തുണ്ടാവും. കൃഷിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. അല്ലടാ, അതെ, ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒരുപാട് വലിയ വലിയ തോട്ടങ്ങൾ കാണാം, കുറച്ചൊന്നുമല്ല. ഈ ടൈമിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഗ്രാമീണ വഴികളിലൂടെ ഒക്കെ പോയാണ്ടല്ലോ ഇതിനേക്കാൾ കൂടുതൽ കാണും അല്ലേ? പക്ഷെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ജാക്കറ്റ് അംഗനവാടിക്ക് പോകുന്നുണ്ടാവള്. അപ്പൊ ഒരു ജാക്കറ്റ് വേണ്ടോന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സാധനം കൊണ്ടുപോയിട്ട് ഇത് 200 റുപ്യക്കാണ്. 200 റുപ്യക്ക് ഇത് നല്ല സാധനം ആയതുകൊണ്ടാണ് നമ്മളിത് വാങ്ങുന്നത്. ഇതെന്താ പ്ലാസ്റ്റിക്? ഇത് റബ്ബർ ടൈപ്പ് ആണ് പോലോ. ഇതിന് 350 റുപ്യാണ് മുമ്പിൽ പറഞ്ഞ വില അല്ലേ? 200 റുപ്യക്കാണ് നമുക്ക് തന്നേക്കണത്. ഇതിന്റെ നാട്ടിലെങ്ങനെ വില എന്നൊന്നും അറിയില്ല. എങ്കിൽ ഞാനിപ്പോൾ എടുക്കുകയാണ് അല്ലേ? തരണേ പറയാം. പേര് മുത്തു, കർണാടക. രാവിലെ 9 മണിയാണ് ഇപ്പൊ സമയം. ഗുണ്ടൽപേട്ട് ഒരു ഉണർന്നിട്ടില്ലേ? ആളുകളൊക്കെ വളരെ കുറവാണല്ലോ അല്ലേ? അതെ. അയ്യോ, 9 മണി ആയതുകൊണ്ടാ. കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടാകും കഴിക്കാറല്ലേ? 9 മണിക്കാണ് സ്റ്റാർട്ടിങ്ങിലെ പണിക്ക് പോണതും. ഇവിടെ എന്താ വെച്ചാല് ഈ തണുപ്പ് കൊണ്ടൊക്കെ അറിയില്ല, കടകളൊന്നും വല്ലാതെ ഓപ്പൺ ആയില്ലല്ലോ. എന്ത് പറ്റി ഇവിടെ? പുറത്തുണ്ടാവൊക്കെ കാര്യം എന്താ ഇവിടെ തണുപ്പിനെ അടിച്ച് കയറല്ലേ? ചായ കുടിച്ചിട്ട് ഓടന്നെയായിരുന്നു. ഒന്നും ചൂടാറ്റാൻ വേണ്ടി നിർത്തിയതാണ്. സൂര്യകാന്തിയാണ് ദാ ഈ കാണുന്നത്. ഇവിടെ സൂര്യകാന്തിയാണ്, അവിടെ സൂര്യകാന്തിയാണ്, അതിലെ വരുന്ന വഴിക്കൊക്കെ അതിലൊക്കെ സൂര്യകാന്തിയാണ്, എല്ലാവരും സൂര്യകാന്തിയാണ്. അവിടെ തന്നെ സൂര്യകാന്തി, പിന്നെ വേറെ ഏതൊരു പൂടി ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സൂര്യകാന്തിയാണ്. ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റും പൂക്കളെ. ഇതൊക്കെ വലുതാട്ടോ, പൂക്കൾ കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ വലുതാണ് പറഞ്ഞ പോലെ. പക്ഷേ ഇത് ചെറുതും ഉണ്ട്. ഇതൊക്കെ ചെറുതും കിടക്കുന്നുണ്ട്, ചെറുതും വലുതൊക്കെ മിക്സഡാണ്. പക്ഷെങ്കിൽ ഇതുപോലെ ഇപ്പോൾ പാസ്സാവാൻ നല്ല രസമാണ്. പൂന്തോട്ടങ്ങൾ ഇങ്ങനെ കണ്ടാണ്ട പോവാം. നമ്മൾ ആ ജാക്കറ്റ് എവിടെ? ജാക്കറ്റ് ഒന്ന് എടുത്താ വാങ്ങിയത്, കുട്ടിക്ക് വാങ്ങിയത്. അത് സംഭവം നല്ല തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? 350 റുപ്യാണ് മൂപ്പര് ഇതിന് പറഞ്ഞത്. ഏതേ കമ്പനി റോയലിനെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇതൊന്നും ഇങ്ങനെ കയ്യൊന്ന് പിടിച്ച് വലിച്ചാ റബ്ബർ എന്നല്ല പറഞ്ഞ്. മുറിയൂല, മുറിയാത്ത സാധനമാണ്. അപ്പൊ കുഴപ്പമില്ല, അത് നല്ലതാണെന്ന് തോന്നുന്നു. നാട്ടിലെങ്ങനെ ഇതിന്റെ വില എന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ അന്വേഷിച്ചില്ല. ഞാൻ ഒരു മഴ ആയപ്പോൾ പിന്നെ ഞങ്ങള് യാത്രയിലല്ലേ, അപ്പോൾ അവിടെ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങി തന്നെ ഉള്ളൂ. നഷ്ടമായാലും ലാഭമായിരിക്കും. നഷ്ടമാണെങ്കിൽ തോന്നുന്നില്ല. ഇല്ലല്ലോ. മറ്റേ പ്ലാസ്റ്റിക്കാ, വെറും പ്ലാസ്റ്റിക്കാണ്. അപ്പൊ ഞങ്ങളങ്ങനെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം കയറിയിട്ടുള്ളൂ.
കാടൊക്കെ നല്ല കടും പച്ച അല്ലേ? കടും പച്ചയായിട്ട് നിൽക്കുവാണ്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറി ചാറി പെയ്യുന്നുണ്ട്. അധികം വാഹനങ്ങളൊന്നും പാസ്സാവുന്നത് കാണുന്നില്ല. ഇപ്പം മഴ കൊണ്ടാവാം, പക്ഷേങ്കിൽ നല്ല സുന്ദരമായൊരു കാഴ്ചയാണ്. കാട്ടിലൂടെ പോകുമ്പോ അങ്ങനെയാണല്ലോ, സുന്ദരമായ കാഴ്ചയാണ്. കാണാവല്ലേ മൃഗങ്ങളൊക്കെ ആനന്ദിനൊക്കെ കാണുന്നത് അറിയില്ല, കാണാൻ സാധ്യത ഉണ്ട്. എപ്പോൾ കാണും, നമുക്ക് ഭാഗ്യം പോലെയാണ്. ഓവർ ഭാഗ്യം ഉണ്ടായാൽ പണി കിട്ടും. ഭാഗ്യം മതി. ഇരുട്ട് കിടക്കുന്ന കാട്, നിശബ്ദത, ഒരു മൃഗങ്ങളെ പോലും കാണാനില്ല. മഴ ചാറ്റൽ, മഴ അങ്ങനെ പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാർമയൊക്കെ മൂടിക്കെട്ടി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. മഴ തുള്ളി ഇടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ പരക്കെ കർണാടക ഭാഗത്തേക്ക് പോകുന്നു, നമ്മൾ കേരള ഭാഗത്തേക്ക് പോകുന്നു. ഏതായാലും മനോഹരമായ ഈ കാട്ടിലൂടെ ഞാനും കുക്കും നമ്മളുടെ ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിലൊക്കെ മയിലുകളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലാത്ത മൃഗങ്ങളൊന്നും ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല. മയിലുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുപോലെ തന്നെ മാന്, ആന, അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ കാട്ടിലൂടെ പോകുമ്പോൾ ധാരാളം കിട്ടാറുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ഇതൊക്കെയുണ്ട് ഈ മഴ ആയതുകൊണ്ട് അവയൊക്കെ ഉൾക്കാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞങ്ങളും തന്നെ ഈ സുന്ദരമായ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ കാട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മുന്നോട്ട് പോവുകയാണ്. ആനപ്പിണ്ടങ്ങൾ പല വഴിക്ക് കാണുന്നു. പക്ഷെ ഒന്നിനും കാണാനില്ല. പക്ഷെങ്കില് ചെക്കന്മാരൊക്കെ റോട്ടിലുണ്ടാവുന്നതാണ്. ഈ പെട്ടെന്ന് തിരിച്ചെടുത്ത് പോകാൻ വയ്ക്കുന്ന സംഭവം അല്ലല്ലോ. അല്ല, വയ്ക്കാത്തോണ്ടല്ല, വയ്ക്കും. ആ നേരത്തെ വയ്ക്കാത്തപ്പോ വയ്ക്കും. ഏതായാലും ആനപ്പ് ഇങ്ങനെ ഇവിടെ കാണുകയാണെങ്കിൽ രസമാണ്. അന്ന് കണ്ടിരിക്കുന്ന രസമാണ്. കാണുന്നില്ലല്ലേ ആന പോയിട്ടൊരു ആനപ്പിണ്ടം പോലും. വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറാൻ വേണ്ടി കയറി അവിടെ കൈയടി. ഇതിലൊക്കെ എന്താ അരുവികൾ ഒഴുകുന്നുണ്ട്. അതിലൊക്കെ ധാരാളം വെള്ളമുണ്ട്. കലങ്ങിയ വെള്ളമാണ്, നല്ല കലക്കം ചെന്നുള്ള വെള്ളമാണ്. കലങ്ങി ഇതറിയണ്ടേ? ഇത് കലങ്ങിയത് ഫുള്ള് കലങ്ങിയാണ്ടോക്കാം. ഫുള്ള് കലങ്ങി പരന്നൊലിക്കുവാണ്. ഓ, കാട്ടിലെ അരുവി, കാട്ടരുവിയാണ് പോകുന്നത്. വെൽക്കം ടു കേരള, വയനാട് വന്യജീവി സങ്കേതം. സ്വാഗതം. അപ്പൊ ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ കാട് അവസാനിക്കും. എന്നിട്ട് നമുക്ക് പനവേലിന് നമുക്ക് എന്താ പന്തല്ലൂർ റൂട്ട് കയറണം. വണ്ടി ഒന്ന് ചൂടാറാൻ നിർത്തണം. 1 മണിക്കൂറിലേറെ റണ്ണിങ് തുടങ്ങിയിട്ട്. കാടായതുകൊണ്ട് പതുക്കെ പോരാൻ പറ്റുള്ളൂ. അമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പക്ഷേ ഇത് കാര്യമായിട്ടൊന്നും കാണാൻ വേണ്ടി പറ്റില്ലല്ലോടാ. കുറച്ച് ദൂരം കൂടി ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അവസാനം മാൻകൂട്ടത്തെ കണ്ടിട്ടുണ്ട്. ഈ റോട്ടിലൊക്കെ അവിടെയൊക്കെ ഇഷ്ടംപോലെ തിന്നുണ്ട് പുല്ല്. ഇവിടെ ഉണ്ടാവും വലിയ കൊമ്പുകളൊക്കെ ആയിട്ടുള്ള മൂത്തവന്മാര് അല്ലേ? മൂത്തവനും ഇളവനൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കല്ലാതെ അവര് മേയാൻ കിട്ടതാ. കാടിന്റെ മക്കളാണ് അവർ. അവർക്ക് ഒരു വടിയുടെ നിയന്ത്രണമല്ല, ഒരു കയറിന്റെ അറ്റമില്ല. അവർക്ക് സുഖസുന്ദരായിട്ട് അവരുടെ. അപ്പോ നമ്മളുടെ ചെക്ക് പോസ്റ്റ് ആണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്നും കൂടി ഉണ്ട്. അത് ഇപ്പോഴല്ല. ഇപ്പൊ നമ്മുടെ ചെക്ക് പോസ്റ്റ് കടന്ന് അങ്ങനെ പോകും. ഇവിടെ ഒന്നും നമുക്ക് വലിയൊരു വിഷയമില്ല. ഇവര് നമ്മളെ എന്താ പറയാ അങ്ങനെ കടത്തി വിടും. അപ്പൊ നമ്മള് കേരളത്തിൽ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് കേരളത്തിൽ കയറിയുണ്ട്. ഇനി നമ്മൾ വീണ്ടും കേരളത്തിൽ ഇറങ്ങിയിട്ട് തമിഴ്നാട് കയറാൻ വേണ്ടി പോകണം അല്ലേ? ഗൈസ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഞങ്ങളോട് കയറിയിട്ട് ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ട്, മൂപ്പരെ കൊണ്ട് തള്ളിക്കാണ്. ഓക്കേടാ, തള്ളടാ. ഓ, തള്ളി സ്റ്റാർട്ടാക്കി. അവിടെ പോയോ ഏട്ടാ? ശരി. ഞങ്ങൾ ചെറിയൊരു യൂട്യൂബ് പരിപാടിയൊക്കെ ഉണ്ട്. എന്താ പേരെന്താ? റഷീദ്. ഓക്കെ. എവിടെ ഓടുന്നത്? എന്താണല്ലോ മോട്ടറിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നു. ആയിക്കോട്ടെ. ഞങ്ങളിപ്പോ ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്. ഞങ്ങള് ഇന്ന് 60ാമത്തെ ദിവസമാണ്.
ഞങ്ങള് നിലമ്പൂര് വണ്ടൂര്. ആ ഞങ്ങളിതിലേക്ക് ഇങ്ങനെ നാടുകാണിക്ക് തന്നെ പോവാണ്. അതിൽ നമ്മളെ വിടൂലല്ലോ. ആ ഓക്കെ. ഓട്ടൊക്കെ ഉണ്ട്. മഴയാണല്ലേ? ഉഷാറാട്ടെ. മഴ വെള്ളണ്ട. ആയിക്കോട്ടെ. താങ്ക് യു. ഏതായാലും മുപ്പുണ്ടായതുകൊണ്ട് ഉപകാരമായി അല്ലേ? ഈ റോഡ് എന്ന് പറയുന്നത് കൂടല്ലൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് വരുന്ന റോഡാണ്. നമ്മൾക്ക് കൂടല്ലൂർക്ക് വേണമെങ്കിൽ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പറ്റും. പക്ഷേങ്കിൽ ഞങ്ങൾ പായൂർ ചീരാൾ റോഡാണ് ഞങ്ങൾ പോവാം. ഞങ്ങൾ ഇവിടുന്ന് ഒരു 300 മീറ്റർ കൂടി കഴിഞ്ഞാൽ റൈറ്റിൽ തിരിഞ്ഞു പോകും. അതുവഴി പോയാൽ നമുക്ക് ചേരമ്പാടി വഴി അങ്ങനെ പന്തല്ലൂർക്ക് എത്താൻ വേണ്ടി പറ്റും. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. നമ്മൾ ഇവിടേക്ക് കയറുമ്പോൾ ഉള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. കൂടല്ലൂർ നമ്പ്യാർക്കുന്ന് അങ്ങനെയൊക്കെ പോകുന്ന റോഡിനാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. നന്ദി. വീണ്ടും വരിക. അതുകൊണ്ട് തമിഴ്നാട് കയറി നമ്മൾ നമ്മൾ ഈ റോഡാണ് പോകുന്നത്. നമ്മൾ ഇതുവഴി തിരിയും. ആ നമ്മൾ ഇതിനെ തിരിയും. നേരെ പോയാൽ കൂടല്ലൂർ കേട്ടോ. ആണോ? പായൂർ നമ്പ്യാർക്കുന്ന് ചീരാൽ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു റോഡ് ട്രിപ്പാണ്. ഇതിലെ പോകുമ്പോൾ റോഡിലെ കാഴ്ചകൾ, പച്ചപ്പ് നിറഞ്ഞ കാഴ്ച, അത് എന്താ പറയുക, മനസ്സിന് കണ്ണിന് ഒരേപോലെ കുളിർമയേക്കുന്ന കാഴ്ചയായിരിക്കും. തേയിലത്തോട്ടം, കോടയും, അതുപോലെ തന്നെ ഈ കൊക്കയും പിന്നെ ജാതി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൃഷി ചെയ്തൊക്കെ കാണും അല്ലേ? കൊക്കക്കായ എല്ലാം ഉണ്ടാവും. പിന്നെ ഈ എന്താ ഈ ഭാഗത്ത് ഈ ഒരു ബോർഡർ ഏരിയയിൽ, തമിഴ്നാടിന്റെ കേരള ബോർഡർ ഏരിയയിൽ വരുന്ന കുറച്ച് വില്ലേജസിന്റെ ഭാഗങ്ങള്, ഇവിടുത്തെ ആളുകളുടെ ജീവിത ശൈലി, ഇവിടെ ഈ ഒരു മഴ പെയ്ത് കഴിഞ്ഞാലുള്ള അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്താണ് ഒക്കെ അനുഭവിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല റോഡാണ്. ഗൈസ് അപ്പോൾ പണി കിട്ടി. 8ന്റെ പണി. ആക്സിലും അടി ഗൈസ്, ആക്സിലും അടി എന്താ വണ്ടിന്റെ ആക്സില് ചാടി ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മല്ലയ്യ നമ്മൾ? എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? എന്നോട് എന്ത് ചെയ്യും വെച്ചിട്ടോ? ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെല്ലാം വരട്ടെ, എന്നിട്ട് വേണം തീരുമാനമാക്കുക. അല്ലാതെ എങ്ങനെ തീരുമാനമാക്കും? ഞാൻ ആക്സില് ചാടിയൊക്കെയാണ്. ആക്സില് ചാടുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നോട് ചാടി പുറത്തേക്ക് ചാടിയോ പിടിച്ചോ? ഞാൻ അതിൻ്റെ ഉള്ളിൽ കല്ലിട്ടോട്ടെ. ആക്സിലൊന്ന് എടുത്തോട്ടെ. എടുത്തു കട്ട പൊട്ടിയതാ. കട്ടല്ല ഇതില്, കട്ട പൊട്ടിയതാണ്. അതാ കട്ടല്ല ഇതില്. ഇതിലും ഇല്ല കട്ട. ഇതിന്റെ കട്ടനെ കാണാനല്ല. രണ്ട് കട്ടയില്ല. ഉഷാറായിക്കണേ. എന്തെല്ലാം അടിപൊളിയായി. ഏതായാലും ഇവിടെ എത്തിയിട്ടല്ലേ? ഇവിടെ എത്തിയിട്ടാണ്. അതുകൊണ്ട് ഏറെക്കുറെ ഒരു ഇതിൻ്റെ ഉള്ളത്തെ സംഭവം വികാസങ്ങളൊക്കെ ഇങ്ങനെ പോന്നു തുടങ്ങി. അവിടെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. വേറെ മൗണ്ടൊക്കെ ഓക്കെയാണ്. കാണാനില്ല. ഓട്ടോറിക്ഷക്കാരെ കാലം കാണാൻ കഴിച്ചിട്ടായതുകൊണ്ട് കഴിച്ചില്ല കേട്ടോ. അതെ, അതൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ നമ്മള് കാട്ടിക്കണെങ്കിൽ കല്ലെടുക്കാൻ വേണ്ടി പോയാണ്. കല്ലിട്ടില്ല, മരാണ്. അപ്പോണ്ട് ടയറിന്റെ ഒരു വാത ചെരിഞ്ഞ് നിക്കണ്. അതെ അല്ല അതെ. അപ്പൊ ഇനിയിപ്പോ ഇതില് ഓട്ടോറിക്ഷക്കാരൻ പാസ്സാവണം. ഒരാളോട് സംസാരിച്ച് നോക്കിയിട്ട് ഒരാളെ നമ്മള് ഹെൽപ്പ് ചെയ്തു, ഉന്തി ചട്ടടക്കി. ഇപ്പൊ പാസ്സാണ് ആളായിട്ട് സംസാരിച്ചിട്ട് അവിടെ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ആ വർക്ക്ഷോപ്പ് കിട്ടിയിട്ട് ആണത് റെഡിയാക്കാം. ആക്സിലടി എത്തൊക്കെ ചെയ്യണം. ആക്സിലടി നോക്കാം. നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരാൾക്കില്ല. ഓക്കെ. നമുക്ക് ഇതിലെ പോയ ഓട്ടോറിക്ഷക്കാരനെ ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ നമ്പർ തന്ന് വിളിച്ചിട്ട് കിട്ടണില്ല. ഇത് നരിക്കൊല്ലി വളവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. അതിലാളുണ്ടോ? അങ്ങനെയൊക്കെ തിരക്കിലാണ്, ഓട്ടത്തിലാവും അല്ലേ? ഫോൺ ട്രിപ്പ് ഉണ്ടാവേ, പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടിനെ ഒന്നും കൂടെ അടിയേക്ക് ഇറക്കിയാലോ? അടിയേക്ക് ഇങ്ങനെ ഇറക്കാൻ പറ്റുമോ? അറിയില്ല. അതന്നെയാണ്, ഇങ്ങനെ ഇറക്കിയാലും പണിയാവൂലേ? ആവൂലേ? ആവേ. ഇത് ഈ കട്ടൻ എടുക്കുക, വണ്ടി നിൽക്കണല്ലേ? നമുക്ക് വണ്ടിനെ ഇങ്ങനെ ഇറക്കിയാണ് നൈസായിട്ട് അവിടെ കൊണ്ടായാലുണ്ടോ? ഈ വളവാണത്, കുറച്ച് അപകട വളവാണത്. പതുക്കെ ഇറക്കി കൊണ്ടുപോകാം. പതുക്കെ ഇറക്കി കൊണ്ടുപോകാം. ഓ ഓക്കെ.
സാധനങ്ങളൊക്കെ ചാടിയതൊക്കെ എടുക്കുക. ഗ്രീസ് എക്സ്ട്രാ ഇല്ല നമ്മൾക്ക്. ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഒപ്പിച്ച ഇല്ലോണ്ട് ഒപ്പിച്ച് പോവാം നമുക്ക്. ഒരിക്കലും വളർന്ന് എങ്ങനെയൊക്കെ ഒന്ന് മാറാനേ. പോരട്ടെ പോരട്ടെ പതുക്കെ പോരട്ടെ. അത്രേ ഉള്ളൂ, ഇത്ര പോരുള്ളൂ. ഞാൻ അങ്ങോട്ട് ഇറക്കണുണ്ടോ അതുവരെ എത്തും. ചെറിയ ഇറക്കണത്. ഇത് വണ്ടി കംപ്ലൈന്റ് ആണേ. നമ്മളെന്താ കാട്ടണേ? നമ്മളെന്താ ഇത് ക്ലിയർ ആക്കട്ടെ അല്ലേ? കട്ട തരിക. ഗൈസ് നമ്മൾക്കിത് റെഡിയാക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം ഇത് ഈ ഇതാണ് സ്റ്റൈ എന്ന് പറയുന്നത്. സ്റ്റൈ പൊട്ടിയിട്ടുണ്ട് ഇവിടെ. ഇത് പൊട്ടാണ്, വലിയ പൊട്ടാണ്. അതായത് നമ്മൾക്ക് ഇവിടുന്ന് നോക്കിയാൽ ശരിക്ക് കാണാൻ വേണ്ടി പറ്റും. വേണ്ട കുക്ക് കൈ വെച്ചാടാ. അതില് ഉണ്ടോ, അതിലങ്ങനെ ഫുള്ളായിട്ട് പൊട്ടിയേക്കാണ്. അത് ചീന്തി പൊട്ടിയേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ വർക്ക്ഷോപ്പുകാരനെ വരണം. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകല്ല, അവർ വന്ന് ചിലപ്പോൾ സ്റ്റൈ മാറ്റേണ്ടി വരും. അല്ലാന്നാണെങ്കിൽ വെൽഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പഴയ സ്റ്റൈ ഒക്കെ ആയതുകൊണ്ട് വെൽഡ് ചെയ്യാൻ പറ്റുകയാണാവും. എന്തായാലും ഇത് അല്ല മുട്ടൻ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ചെറിയ പണിയൊന്നുമല്ല. ഇത് ഇവിടെ നിന്ന് ആയതുകൊണ്ട് വലിയ വിഷയമല്ല. അതിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ബസ് കയറി വീട്ടിൽ പോയാലും നാളെ നാട്ടിൽ നിന്ന് വർക്ക്ഷോപ്പുകാരൻ കൊണ്ടുവന്നാലും മതി. പക്ഷേങ്കിൽ നമുക്ക് ഇന്ന് തന്നെ റെഡിയാക്കി വീട്ടിലേക്ക് വണ്ടി അടക്കം കൊണ്ട് ചെല്ലാൻ പറ്റണം. ആ രീതിയിലാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കണത്. ഭക്ഷണം കഴിച്ചില്ല, 12 മണിയായി. ഇപ്പോൾ ഒന്ന് കുക്ക് ചെയ്തിട്ടില്ലല്ലോ ഇന്ന്. ഇതില്ല. ഇപ്പോൾ ചായ പറ്റുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം. നോക്കട്ടെ, ഒരു ഓട്ടോറിക്ഷക്കാരൻ കിട്ടണം. തേടിയ പള്ളി കാലി ചുറ്റി പറഞ്ഞ മാതിരി അവരുടെ അവസ്ഥ. വേറൊരു ഓട്ടോറിക്ഷയിൽ ഒരു ടീം ഇതിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കൈ കാട്ടി. അപ്പോൾ അതിൽ ഇവിടുത്തെ മെക്കാനിക്കാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൈനെ കുറിച്ച് അവർ പറയണം. സ്റ്റൈൻ്റെ മൊത്തത്തിൽ മാറ്റുവാണെങ്കിൽ 4000 ചില്ല ഉറുപ്പ്യാവും. 4000 ചില്ല ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ പ്രത്യേക അവസ്ഥയിൽ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ മൂപ്പര് പറഞ്ഞ വെൽഡ് ചെയ്ത് ചെയ്യാമെന്നാണ്. ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്ത് ചെയ്യാം. അതായത് അത് ഇവിടുന്ന് കഴിച്ച് രണ്ടാമതൊന്ന് കൊണ്ടുപോയിട്ട് ചെയ്യുകയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ചെയ്യണം. ആ രീതിയിൽ ചെയ്യണമെങ്കിൽ മോലിപ്പോൾ വേറൊരു വണ്ടീൻ്റെ അടുത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു വണ്ടീൻ്റെ അടുത്ത് പോയി വരട്ടെ. എന്നിട്ട് നമ്മളത് ക്ലിയർ ആക്കാം. അതൊരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ ക്ലിയർ ആവുമെന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് വരട്ടെ. ഞങ്ങളിവിടെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം അല്ലേ. ഇങ്ങനെ സിഗ്നൽ കെട്ടിയിട്ടുണ്ട്, നല്ലതാ. അവിടുന്ന് വരുന്ന വണ്ടിക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയൊരു ചായ കുടിച്ചു തരുമല്ലേ. പൈസ ഇല്ല അതിൽ വേറെ ചായ കുടിക്കാം കേട്ടോ. ഇപ്പോൾ സമയം 12 മണി. നമ്മൾ പുറത്തുനിന്ന് ഇവിടുന്ന് കഴിക്കാമെന്ന് കരുതി, നല്ല ഹോട്ടലൊക്കെ കിട്ടുമ്പോൾ കഴിക്കുക കരുതിയാ. പക്ഷേ എങ്കിൽ കഴിഞ്ഞില്ല, കംപ്ലൈൻറ്റാ. അപ്പോൾ ഇവിടെ ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇവിടെ എന്താ വെച്ചാൽ എല്ലാവർക്കും മലയാളം അറിയാം കേട്ടോ. ഇവിടെ മലയാളം അറിയാം. അതെ, സത്യം പറഞ്ഞത് മലയാളികൾ തന്നെയാണ് ഇവിടെ ഉള്ളത് കൂടുതൽ. നരിക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണത് അല്ലേ. ഇവിടെ ചായ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ചായയിലേക്ക് നെയ്യപ്പം ഉണ്ട്, ഉണ്ടയുണ്ട്, സമൂസയുണ്ട്, വടയുണ്ട്, പാൽ കേക്കുണ്ടോ. നമുക്ക് എനിക്ക് നെയ്യപ്പം മതി. നെയ്യപ്പം അനക്കെന്താപ്പാ ഉണ്ട്? അയ്യപ്പം വേണം പറയില്ല കേട്ടോ. ഇതിൻ്റെ അജ്ജും കൊള്ളൊന്നുമില്ലല്ലോ. നാട് നേരത്തെ എത്തിയിട്ടാണല്ലോ അപ്പം നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങി. എന്നിട്ടിപ്പോൾ 12:30 അയാൾ വരാമെന്ന് പറഞ്ഞാണ്. അയാൾ അങ്ങോട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി നന്നാക്കാൻ വേണ്ടിയാണല്ലോ അവർ പോയിരുന്നത്. അപ്പോൾ അവരിപ്പോൾ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട്. ടൂൾസൊക്കെ ആയിട്ട് വരാട്ടെന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങളിപ്പോൾ ചായ കുടിച്ചുകൊണ്ട് പോകണ്ടുള്ളൂ. മഴയായിരുന്നേ, നല്ല മഴയായിരുന്നു. പോകണ്ട, വെള്ളം പോകണ്ട, ഒരു ദിവസം നിൽക്കാതാണ് പെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് KSRTC ഇങ്ങനെ പോകുന്നൊരു വഴിയാണ്. നമ്മളാണ് ഈ റോഡിൻ്റെ ഈ സൈഡിലാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നിർത്താം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരു വീടിൻ്റെ മുന്നിലാണ് ഗേറ്റ് കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ അറിയുമ്പോൾ വീട് താഴത്തേക്കും. ഇവിടെ ഒരു വീട് തന്നെ, പക്ഷേ അങ്ങോട്ട് താഴത്തേക്കാണ്. ഇതിലും തന്നെ ഒരുപാട് എന്താണ് ഈ മരത്തിൻ്റെ പേര് പറഞ്ഞത്? യൂക്കാലിസ്. പിന്നെ കുറേ ജാതി ഉണ്ട്. പിന്നെ അതിൽ കൊക്ക ഉണ്ട്. അങ്ങനെ ഒരുപാട് കൃഷി ചെയ്തിട്ടുള്ളൊരു തോട്ടം കൂടിയാണിത് അല്ലേ. കുരുമുളകും ഉണ്ട്. കറുത്ത പൊന്ന്. അതായത് മൂപ്പര് വരട്ടെ. ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അതേ കുത്തിരിക്കാം, മഴ നനയാതെ. അതിൽ തന്നെ ചുമയൊക്കെയാണ്. അത് വിളിച്ചേ ആ നമ്പറിൽ കിട്ടുങ്ങളാ? അല്ല മൂപ്പതിൽ പാസ്സായി വേറെ വണ്ടിയിൽ. അവരേട്ടനല്ലേ? കാക്കയാണ്, പേര് ചോദിച്ചില്ല. അത് അതിൻ്റെ അല്ല, എന്താണ് സ്റ്റൈ ഉണ്ടല്ലോ, സ്റ്റൈ പൊട്ടി. പൊട്ടി, ഫുള്ള് പൊട്ടിയില്ല. ഞങ്ങൾക്ക് നിലമ്പൂർക്ക്
അല്ല മൂപ്പരിപ്പ് വരാമോ? ആ ഇപ്പൊ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടാ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. നമുക്ക് ഫസ്റ്റ് നമ്പർ തന്ന ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഭാഷയ്ക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ദേവാണ് നമുക്ക് ഫസ്റ്റ് നമ്പർ തന്നെ. ഇയാളെ നമ്പറല്ല, അയാളെ നമ്പറാന്ന് തോന്നുന്നത്. ഞാൻ ഇയാളെ നമ്പർ തന്നെയാണ് കൊണ്ട് പറഞ്ഞ ഇയാളല്ലേ ഇത്. കല്ല് വെച്ചില്ല അവിടെ ആ സൈഡിൽ കല്ല് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഏട്ടൻ വന്നിട്ടുണ്ട്. പൊക്കണ്ട വരില്ലേ? ആ ഷിഹാബ് എന്ന് പറഞ്ഞൊക്കെയാണ്. ഇവിടെ തന്നെ വീട്? ബത്തേരി അല്ലേ? ആ ആ അധികം ലൈനിൽ കൂടെ വർക്ക് ഇവിടെ? ആ ആ ലൈനിൽ വല്ലാതെ പോക്കില്ല നമുക്കൊരു. ഞങ്ങൾ ഷീറ്റ് ഇങ്ങനെ പിടിച്ചേക്കാണ്, കാരണം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, പണിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. എടാ നമുക്കൊരു കാര്യം ചെയ്താലോ, ഷീറ്റിന് അപ്പുറത്തേക്ക് മറിച്ചിട്ട് ഈ ഒരു തല മാത്രം പിടിച്ചാൽ പോരെ. നമ്മൾ വണ്ടി ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നിവർത്താനുള്ളേ, ബെൻഡായില്ലത്. ആ ഭക്ഷണമൊക്കെ നമ്മൾ കുക്ക് ചെയ്യും, നമ്മൾ വണ്ടിയിൽ തന്നെ കിടക്കുക. ഇതിൽ കിടക്കുക? അതൊക്കെ തന്നെ ഞങ്ങളുടെ പരിപാടി. എല്ലാവരും ചോദിക്കണ കാര്യമാണ് ഇതിൽ എങ്ങനെ കിടക്കുക. ഏതായാലും നമ്മളെ സ്റ്റൈ കഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി വെൽഡ് ചെയ്യണ്ടേ? ഇത് കൊണ്ടുപോയിട്ട് ലെവൽ ചെയ്ത് വെൽഡ് ചെയ്തിട്ട് ഒരു റൗണ്ട് പീസ് ഇങ്ങനെ വെച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ പിന്നെ സ്റ്റൈ പുതിയ വാങ്ങണം. പുതിയ വാങ്ങുകയാണെങ്കിൽ ബെയറിങ് വേണം, ഇതിലേക്ക് വരുന്ന എല്ലാ സാധനം വേണം. അതിനെത്ര ചില വരാ? ഇതിന് 2200 ഇതിനുണ്ട്. അതിലേക്ക് ബെയറിങ് എല്ലാം സെറ്റ് വേണം. ഒരു 3,500-4 ഉറുപ്പ്യൻ്റെ അടുത്താണ്. ഇപ്പൊ ഒരു 10,000 ഉറുപ്പ്യക്ക് എല്ലാം തീരും. അപ്പൊ അങ്ങനെ ചെയ്യാല്ലേ? എങ്ങനെ കൊണ്ടുപോകാം നമ്മള്? ഒരു വണ്ടി വിളിക്കണം. വണ്ടി വിളിച്ചിട്ട് അതിന് വെൽഡ് ചെയ്ത് നിൽക്കുന്നൊരു വണ്ടി കിട്ടണം. അവർക്ക് എന്താ കൊടുക്കാൻ മതി. എന്നിട്ട് ഈ ക്ലാമ്പ് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് ഒരു തകിട് വെച്ചിട്ട് കവർ ചെയ്യണം. മൗണ്ടോ? ഈ മൗണ്ടോ ഒക്കെ അല്ലേ? ബാക്കിയൊക്കെ ഓക്കെ. ഇതാണ് സ്പോട്ട്. ഇത് നല്ല പൊട്ടന്നല്ലേ? നല്ല പൊട്ടാ, പൊട്ടി ചെരിഞ്ഞില്ലേ? നമ്മളിപ്പോ ബെൻഡ് നിർത്തിയാണല്ലോ. ഇനി ആദ്യം ഗ്യാസ് ബെൽറ്റ് ഇതൊന്ന് ക്ലിയർ ആക്കണം അല്ലേ? എന്നിട്ട് പട്ടിട്ട് തകിടിൽ കവർ ചെയ്യണം. ഇതെന്തിനാ പോണേ? ഏടാ മൂപ്പര് അത് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാന്നാണല്ലോ പറഞ്ഞത്. പിന്നെ കാഴ്ച വേറെ കാര്യം കേൾക്കണോ? ഈ റോഡിൻ്റെ ഈ സൈഡ് തമിഴ്നാടാണ്. അപ്പോൾ അത് തമിഴ്നാട്ടിലുള്ള വീടാണ്. നമ്മൾ കേരള, അത് കേരളതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിന് ചാരിനെ നമ്മൾ വണ്ടി നിർത്തിയാണ് അല്ലേ? ഇനിയിപ്പോൾ അതിൽ പ്രശ്നം വേണ്ട. പിന്നെ ഈ തമിഴ്നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ മൂപ്പര് അറിയാം ചാർജ് കുറച്ച് കൂടുതലാണ്. അവിടെ 40 ഉറുപ്പ്യൊക്കെയാണ് മിനിമം ചാർജ്. 40 മിനിമം ചാർജ്. ഇപ്പോൾ 40 ആയാലും ഇപ്പോൾ ഇത് റെഡിയാക്കുക അല്ലാതെ വേറെ മാർഗമല്ല. TN രജിസ്ട്രേഷനാണ് ആക്കുക. അപ്പോൾ എന്നാൽ നമ്മൾ ഇവിടെ ഒരു പോക്കറ്റ് റോഡുണ്ട്. അതാ ഈ കാണുന്ന ഈ പോക്കറ്റ് റോഡ്, ഈ പോസ്റ്റിംഗ് ആയി. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഭാഗങ്ങൾ ഫുള്ളായിട്ട് ഇത് കേരളമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് തമിഴ്നാടാണ്. ഈ റോഡും തമിഴ്നാടിൻ്റെയാണ് അല്ലേ? ഇതിൽ ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാടിൻ്റെ റോഡാണ്. സംഭവം ഉഷാറാണ്. ഇയാളെവിടെ? ഗൈസ് കുറേ നേരമായിട്ട് ഞങ്ങൾ ഈ പായിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം ചാറ്റിലാണേ. ഇയാളെ സ്റ്റൈം കൊണ്ട് പോയിട്ട് എപ്പോഴും വന്നു. വണ്ടിന്റെ ഉള്ളിൽ കയറാൻ പറ്റൂല, വണ്ടി പൊന്തിച്ചിരിക്കല്ലേ? ആയിരിക്കണേ ഞാൻ ടയർമലും വേണ്ടാ. ഇങ്ങനെ നമ്മളെ പരിപാടി. ഓട്ടോ ലൈഫിൽ ഇത് മറ്റു വേണം പോവാൻ. സംഭവം കുറെ നേരമായി കാത്തുനിന്ന് ഞങ്ങൾ വരുന്ന്. ഇവിടെ ഒക്കെ 3:40 നമ്മള് 1 മണിക്കറ്റ മുമ്പിൽ പോയത്. ഹോസ്പിറ്റലിൽ പോകണം, ഒക്കെ ചെയ്യാണ്ട് എന്താ ഓർഡർ. അങ്ങനെ അവസാനം ഒരു 5 മിനിറ്റ് കൂടി കഴിയാതെ ഒറ്റങ്ങള് കറണ്ട് പോയില്ലേ? ഞങ്ങൾക്ക് തോന്നുന്നു ഞാൻ എന്തോ ഒരു സ്വീപ്പ് ഉണ്ടായിരിക്കണത്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഈ സാധനം പൊട്ടിയത് വെൽഡ് ചെയ്തല്ലോ. പൊട്ടി ഉള്ളിൽ ഗ്യാസ് അടിച്ച് ആ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ വലിയ പീസ് വെച്ച് ആ ഭക്ഷണം കഴിച്ചില്ലേ? ഓ ആ ഗ്യാസ് വെൽഡ് കഴിഞ്ഞപ്പോഴത്തേന് കറണ്ട് പകുതി അടിച്ചപ്പോഴത്തേന് കറണ്ട് തീപ്പാക്കില്ലേ? ഇവിടെയാണ് ഗൈസ് നമ്മുടെ മോട്ടർ ഒരു ഗ്യാസിലേറ്റർ കൊടുക്കും. സ്റ്റാർട്ടായി. അപ്പം വിട്ടോ? നല്ല ആളെ അവിടെ അടിച്ചു നോക്കാം. ആ സെൽഫി വെക്കി നോക്കാം. അത് മോട്ടർ എന്താ പറഞ്ഞു നിങ്ങള്? മോട്ടറിന്റെ വിഷയം എന്താ പറഞ്ഞേ? മോട്ടറാണോ അറിയണം. ആദ്യം വയർ റെഡിയാക്കണം. ചിലപ്പോൾ വയറെടെങ്കിലും പൊട്ടിക്കിടക്കുന്നുണ്ടാവും. ആ മോട്ടർ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ബ്രഷ് പോകും. പഴയ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ ബ്രഷ് പോകും. പഴയ സ്റ്റോക്ക് ആവാൻ സാധ്യതയുണ്ടോ? അല്ല അവിടെ ഒന്നല്ല, നമ്മളെ ചാമ്പല്ലേ. ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം ക്ലിയർ ആയി അല്ലേ? എല്ലാം ക്ലിയർ ആയി. ബ്രേക്കും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഞാൻ മൂപ്പരെ പിരിച്ചേട്ടെ. നമ്മൾ ഈ ഒരു വണ്ടീനെ നമ്മളുടെ ഒരു കോലത്തേക്ക് മാറ്റട്ടെ. അജുംകുള്ളിലേക്ക് വെച്ച് നമ്മളാകെ എരപ്പം ഇവിടെ സിഗ്നലിലേക്ക് വെച്ച് നമ്മളെ കവറുണ്ട്. ഞങ്ങൾ പോവാണതാ. ഓക്കെ. അത് ഞങ്ങള് മൂപ്പരെ കടയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇത് നമ്മളുടെ പരിപാടി വീട് പിടിക്കുക. പത്തിന് സമയം ഒരുപാടായി. 4:10 4:10 ഫുള്ള് തേയില പച്ചയായിട്ട് കിടക്കലേ. ഓ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയതിനൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല തേയില ഉണക്കുണ്ടാക്കി ഇവിടെ തേയില പറിച്ച് വണ്ടിയിൽ കഴിച്ചിട്ടുണ്ടാ. ഇതൊക്കെയാണ് തേയിലത്തോട്ടമാണ് ഫുള്ളായിട്ട് അല്ലേ? ഓ അതിലൊക്കെ നോക്കാം കോട കയറിയിട്ട് അല്ലേ? കോട കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് 800 രൂപ ചാർജ് ആയത് മൊത്തം. അതായത് അദ്ദേഹത്തിന്റെ ചാർജ്, വെൽഡറുടെ ചാർജ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്ന അദ്ദേഹം സാധനമായിട്ട് പോരുന്ന വണ്ടി ചാർജ് ഒക്കെ പാടെ ഇപ്പം നമ്മുടെ കണക്ക് പറയാം. ഞാൻ പറഞ്ഞ ഇപ്പം വേണ്ട 800 രൂപ പ്രശ്നമല്ല. കാരണം നമ്മളിപ്പോൾ ഇടങ്ങറാകുമ്പോൾ ഇവിടെയൊക്കെ നമ്മളെ പറ്റിക്കല് കുറവായിരുന്നു. ഇത് നമ്മളെ നാടല്ലേ? തമിഴ്നാട് കേരളം അത്ര ഇതല്ലല്ലോ. ഒരുമിച്ച് നല്ലൊരു മനസ്സിലാണ്. നമുക്ക് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പുകാരൊക്കെ കിട്ടുന്ന നല്ല നല്ല ആൾക്കാരെയൊക്കെ ഓർക്കറിയാം അതിന്റെ ഇടങ്ങേറ് ബുദ്ധിമുട്ടൊക്കെ. നമ്മളെ ചുറ്റും തേയിലയാണ്. താഴത്തേക്കും തേയിലയാണ്, മേലേക്കും തേയിലയാണ്. നേരത്തെ കാണൂലപ്പോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലൊക്കെ തേയിലകളുടെ ഇടയിലൂടെയാണ് ഈ വഴി പോവുക. നല്ല മനോഹരമായ കാഴ്ചയാണ്. മനസ്സിന് ഒരുപാട് കുളിരേക്കുന്ന കാഴ്ചയാണ്. നമുക്ക് 2 മിനിറ്റ് ഇവിടെ നിന്നിട്ട് അതൊന്ന് ആസ്വദിച്ചിട്ട് പോവാം. ഓ എങ്ങനെയുണ്ടാ? ഈ സ്ഥലം ഉണ്ട്. എനിക്ക് ഇഷ്ടമായില്ലേ? എനിക്കൊരുപാട് ഇഷ്ടം ഇതിൽ വരുന്നത്. ഇതിലെ ഞാൻ പുതിയ തൈകളല്ല, തെഴുത്ത് വരിക. ഇത് വെട്ടിയിട്ട് പിന്നെ തെഴുത്ത് വരുമല്ലോ. മൂത്ത ഇലകളെ വിട്ടുക. അപ്പോൾ അതിലൊക്കെ നോക്കാൻ നല്ല പച്ചയായിട്ട് നല്ല മനോഹരമാണ്. ഈ ഒരു വഴി പോകുന്നത് തന്നെ ഈ തേയിലക്കാട്ടുകൂടെയാണ്. ഇത് ഫുള്ളായിട്ട് തേയിലക്കാട്ടുകൂടെ അങ്ങനെ പോകുന്ന വഴിയാണ്. നമ്മളിപ്പോൾ ഇനി കുറച്ച് മേലേക്കാണ്ട് പോയാലും അങ്ങനെ ഒരുപാട് കിലോമീറ്ററുകൾ നമ്മൾക്ക് ഇത് തേയിലക്കാട്ടുകൂടെ പോകണേ. ഇതിലൊക്കെ ഇങ്ങനെ കോട മുടി കെട്ടി കിടക്കാണ്ടെങ്കിൽ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അല്ലേ? ഓ കോട ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് നല്ല മഴ ആകുമ്പോഴത്തേന് നമുക്ക് നല്ല കോട കയറുമ്പോഴത്തേന് പോവല്ലേ. ഞങ്ങളെന്താ വെച്ചാൽ നാടുകാണി നമുക്ക് ടാസ്ക് ഏരിയ ആണ്. രാത്രിയിലൊക്കെ ആന ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് നമുക്ക് മലൻ്റെ ചോട്ടിൽ കൂടെയാണ് നമ്മളെ യാത്ര. അപ്പോൾ അത് റിസ്ക്കാണ് അല്ലേ? അതെ. ഇപ്പോൾ ഇവിടുന്ന് വിട്ടാൽ നമുക്ക് എന്നാ റൂട്ട് കളിയത്. അടിപൊളി. 2 മാസം നല്ല പച്ച ഓ തേയില അതിമനോഹരമായ തേയില തോട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്കൊക്കെ നോക്കാം. പിന്നെ 2 വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് അരി പിടിക്കണം. എന്നാലും പോവും. പോവാത്ത കേടൊന്നുമില്ല. ഇപ്പൊ ഇതിലിപ്പോ ഒരു ബസ് പോയി. എന്നാ തേയില മക്കളെ കണ്ടങ്ങള്. ഈ റൂട്ട് ഇതാണ് ചേരമ്പാടി റൂട്ടാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ റോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് മെയിൻ റോഡ്.
മെയിൻ റോഡിൽ കയറി അങ്ങനെ. ഇത് നമ്മൾക്ക് ഈ റോഡാണ് പോകാനുള്ളത്. ഇത് അതായത് നമ്മുടെ നാടുകാണിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന റോഡാണ്. ഇടയിൽ പന്തല്ലൂരുണ്ട്. പിന്നെ ഇവിടുന്ന് 17 കിലോമീറ്റർ നമുക്ക് പോവാണ്ട് നാട്ടുകാണിയിലേക്ക്. നാട്ടുകാണി അങ്ങനെ നാടിൻ്റെ ഏതാനും കിലോമീറ്റർ 67 കിലോമീറ്റർ കൂടി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ വണ്ടൂർ എത്താൻ വേണ്ടി പറ്റില്ല. വെള്ളമായിട്ട് കിടക്കണമൊക്കെ ഓടെയാണ് ഇപ്പം മൂടി കെട്ടി കിടക്കുന്നത്. അതായത് ഇനി ഇതെന്ത് സംഭവിക്കാറോ, ഇത് മലനിരകളുടെ ഇടയിൽ നിറയുന്നത് അവിടെ നിന്ന് കുന്നുകൂടി അവിടെ നിന്ന് ഇറങ്ങിട്ട് ഇത് റോട്ടിലേക്ക് കയറും. അപ്പോഴാണ് നമുക്ക് റോട്ടിൽ ഈ പോകാനായിട്ട് കയറിയിട്ട് ബുദ്ധിമുട്ട് വരിക ഡ്രൈവ് ചെയ്യാൻ. ആ സമയം ആവാനായിട്ടുണ്ട്. ഇപ്പം മഴ ഇങ്ങനെ ചെറിയ ചാറ്റുണ്ടായതുകൊണ്ട് വലിയ വിഷയമല്ല. അപ്പോൾ ഒന്നായിട്ട് കയറുമ്പോഴത്തേനും ഇവിടെ നിന്നൊക്കെ വിടണം. അപ്പോൾ സമയം 5 മണി ആവാറായി. 5 മണിക്ക് 5 മിനിറ്റ്. 5 മണിക്ക് 5 മിനിറ്റ്. എൻ്റെ പൊന്നോ എന്താ ലുക്കില്ല. നമ്മള് വണ്ടി തിരിച്ചാണ് ഒന്ന് ശരിക്കും കാണാൻ വേണ്ടിട്ടേ. ചുറ്റുഭാഗം കോട. അങ്ങോട്ടൊക്കെ വാട്ടർഫാൾസ് കണ്ടിട്ട് അങ്ങ് അവിടെ കൂട്ടമായിട്ട് കിടക്കാം. അങ്ങ് ദൂരെ കൂട്ടമായിട്ട് കിടക്കാൻ കോട കാണണ്ടാവില്ല. അതിന് നേരെ മേലായിട്ട് വാട്ടർഫാൾസാ. താഴ്ചക്കൊക്കെ എത്രയല്ലേ ഇതിന്റെ താഴ്ച ഭയങ്കര താഴ്ചയാണിത്. എന്താ ഇവിടെയൊക്കെ ആനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ആനയൊന്നും ഇല്ല. ആനൊക്കെ ആകെ തണുപ്പടിച്ചോണ്ടേ അങ്ങനെയൊക്കെ കൂട്ടിക്കേറി പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ വാട്ടർഫാൾസ് ആണിത് അല്ലേ. അത് മലയ്ക്ക് മേലിന്ന് വരുന്നതാണ്. ഒന്ന് മാത്രമല്ല, നമുക്ക് 2 കാണാണ്ട്. അതിലൊന്നാണിത്, ഒന്ന് ബാക്കിൽ ഒന്നുണ്ട് ചെറുത്. അത് ഇത്ര ഉണ്ടില്ല. ശരി, ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. നല്ല കോട കയറിയണ്ടാ ഇവിടെയൊക്കെ. ഇതിലൊക്കെ ഫുള്ള് കോട കയറി. റോട്ടിക്ക് ഇങ്ങനെ ഫുള്ള് കോടയായിട്ട് നിൽക്കുവാണ് ഇപ്പോൾ. ആ സൈഡൊക്കെ പറ്റ കോടയായില്ലേ. കുറച്ചുകൂടി ടൈം കഴിഞ്ഞാലേ റോഡ് കാണാത്ത അത്രയും ഇതിലേക്ക് പോവും കോട കയറിയിട്ട്. തീരെ റോഡ് കാണാത്ത അത്ര ഇതിക്ക് പോകും. ഇപ്പൊ തന്നെ റോഡ് അത്യാവശ്യം മങ്ങി തുടങ്ങി. ഇനി കാണുന്നില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നവർ കുറച്ചും കൂടി കയറും. നാടുകാണി തേടൊക്കെ ഇവിടെ ഒന്നും കാണാനല്ല അല്ലേ. ഒന്നും കാണാനല്ലോ. ഞങ്ങളിപ്പോ നാടുകാണിയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാടുകാണി എത്തിയിട്ട് നാടുകാണി ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കോടയാണ്. കോടം നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ RTO ചെക്ക് പോസ്റ്റാ. RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. ഇപ്പൊ മുന്നിക്കൊന്നും കാണാൻ പറ്റാത്ത അത്രയും കോടയാണ്. വളരെ സ്ലോയിൽ ഇറങ്ങി പോകാനേ പറ്റുള്ളൂ. ഇപ്പം നമ്മളെ മുന്നിൽ കൂടെ ജീപ്പ് ഉണ്ട് കാണേണ്ടത്. അപ്പോൾ അതാ പറഞ്ഞത്, നല്ല കോടയാണ്. എന്നാലും കുറച്ചാണ് എത്തട്ടെ. നമ്മുടെ തമിഴ്നാടിൻ്റെ റോഡ് കുറച്ച് മോശം. അവിടെ കേരളത്തിൽ കയറണം, അപ്പോൾ ആ റോഡ് സ്റ്റാർട്ടാണ്. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ വട്ടം വെൽക്കം ടു കേരള ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ റോഡുണ്ടല്ലോ, ഇത് നമ്മളുടെ കേരളത്തിൻ്റെ റോഡാണ്. ഇത് അടിപൊളിയാണ്. ചുരം ഇത് ചുരം അടിപൊളിയാണ്. തമിഴ്നാടിൻ്റെ ചുരം കുറേ കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല, ക്ലിയർ ആക്കിയിട്ടില്ല. അപ്പോൾ പോരുന്ന വഴിക്ക് ധാരാളം സൈഡിൽ ഈ സൈഡിൽ ധാരാളമായിട്ട് മണ്ണിടിച്ചിൽ ഞങ്ങൾ കണ്ടു. ചെറുതാണ്, പക്ഷേങ്കിൽ അത് നമ്മൾക്ക് എന്താ പറയുക, ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നേരത്തെ ഇതുവഴി പോകുന്നത് ഞങ്ങൾക്ക് തന്നെ സേഫല്ല. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് റൂട്ട് കുറച്ചുകൂടി ദൂരം കുറഞ്ഞ് കിട്ടുന്ന റൂട്ട് ഇതാണ്. അതുപോലെ തന്നെ വലിയ തിരക്കില്ലാതെ പോകാൻ പറ്റിയത് ഇതായതുകൊണ്ട് ഞങ്ങൾ ഇതുവഴി പാസ്സാകുന്നത്. റിസ്ക്കാണ്. അല്ലാത്തവരൊക്കെ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കാം. ഈ മഴ പോയിട്ട് കയറിയാൽ മതി ചായ കുടിക്കാനൊക്കെ എല്ലാവരും. അതിപ്പോൾ 5:45 സമയമായി. നാട്ടുകാണിൻ്റെ ഒരു 3/4 ഭാഗം ഇറങ്ങി. അടിവാരം എത്താനായി, വൈക്കട എത്താനായി. ഇവിടെ നമ്മുടെ ഉണ്ട് സുഹൃത്തുക്കളുണ്ട്. പേര് സാദിഖ്. സ്ഥലം വൈക്കട തന്നെ. നിങ്ങളെ അൻവർ ഇവിടെ തന്നെയാണ്. എടവണ്ണ. എങ്ങനെ എടവണ്ണയും വൈക്കടവും ടിപ്പർ ഏതാ വണ്ടി? അപ്പോൾ നിങ്ങളിപ്പോ കാറിയിട്ട് വന്നാ വെറുതെ കയറിയാണ്. അത് നമ്മളൊരു പരിപാടിയാണല്ലോ അല്ലേ, വെറുതെ കയറുന്നത്. അപ്പം ഞങ്ങൾ ഇത് നല്ലൊരു വ്യൂ പോയിന്റാ.
ഇവിടെ കണ്ട കോടയൊക്കെ മൂടിയിട്ട് നല്ല ടൈറ്റ് കോടയാണ്, നല്ല രസമാണ് കാണാൻ. പച്ച അങ്ങോട്ട് ശരിക്കും കാണാൻ വേണ്ടി പറ്റില്ല, കാരണം അതിലൊക്കെ മൂടി കെട്ടി നിൽക്കണോണ്ടേ നമ്മളിപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയാൽ വന്നത്. പലയിടങ്ങളിൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ടൈമിൽ കയറുമ്പോൾ ഇഷ്ടംപോലെ ചെറിയ അരുവികളൊക്കെ കാണാൻ വേണ്ടി പറ്റും. വണ്ടി ചൂടാറാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. വണ്ടി ചൂടാറി തുടങ്ങി, ഞങ്ങളങ്ങനെ പോകും. അപ്പം നമ്മളുടെ വിഷയമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ നാട് പിടിക്കുക. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നിലമ്പൂർ പോയിട്ട് ഞങ്ങൾ മുടി വെട്ടണം കയറി, പക്ഷേ ഇല്ല നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നാട്ടിലെത്തിയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, നാട്ടിലെത്തിയിട്ട് നാട്ടിൽ നമ്മുടെ അയൽവക്കത്തിന് ബാർബറുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് വെട്ടാമെന്നാണ് കരുതുന്നത്. മുടിയൊക്കെ വെട്ടി ഒന്ന് ഉഷാറായിട്ട് പോകാമെന്ന് കരുതിയതായിരുന്നു. കണ്ടങ്ങൾ വൈക്കടവിടെ താഴത്ത് കാണുന്ന വീടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ചെറിയ ചാറ്റൽമഴ എപ്പോഴും ഉണ്ട്. കോട കെട്ടി കിടക്കണുണ്ടോ, ആ മലയ്ക്ക് മേലെ കൂടെ ഒക്കെ കോട ഇങ്ങനെ കെട്ടി കിടക്കുവാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഏതായാലും ഞങ്ങളിനി മുന്നിലേക്ക് വെല്ലൊന്ന് പോയി നോക്കട്ടെ. മഴ ഇങ്ങനെ കൂടുകയാണ്, വീട്ടിൽ നിന്ന് വിളി തുടങ്ങിയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയെന്നൊക്കെ അവരറിഞ്ഞപ്പോഴേ അവരേറെ വിളി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ നിലമ്പൂരാണ്. നിലമ്പൂർ ഫസ്റ്റ് തന്നെ പോകണം നിലമ്പൂർ ഹോസ്പിറ്റലിലേക്കാണ്. കാരണം എന്താ വെച്ചാൽ ഈ ചുമൻ്റെ കേസേ, അപ്പോൾ അത് പോയിട്ട് ആദ്യം ക്ലിയർ ആക്കണം. അവിടെ ഹോസ്പിറ്റലിലേക്ക് പോണ വഴിയാണ്. നമ്മുടെ വണ്ടി അവിടെ ബാക്കിൽ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളിതിലെ ഇവിടെ ജില്ലാ ആശുപത്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അതിലങ്ങോട്ട് കയറാം. നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെയാണ്, നിലമ്പൂരല്ലേ. ഇതാണ് നമ്പർ അല്ലേ, 62 26 കയറിയിട്ടുള്ളൂ. ഇവിടെ എല്ലാവരും മാസ്ക് എടുക്കുന്ന വയസ്സ് ഞങ്ങൾ വാങ്ങി ഓരോ ഏതാ ടൈം എടുക്കും. ഇപ്പം തന്നെ സമയം 7 മണിയായി. തിരക്കാണ്, രോഗികൾ കൂടുതലാണല്ലേ. പക്ഷെ എന്താണ് ഈ മഴ പെയ്താൽ അതാണ് പ്രശ്നം. എന്തായാലും എല്ലാവരും കയറിപ്പോട്ടെ. അതായത് ഞങ്ങൾ വണ്ടൂരെത്തിട്ടോ, ഞങ്ങളുടെ വീട്ടിൽ കയറട്ടെ. കാരണം കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി നിർത്തിയാണ്. ചോക്ലേറ്റ് വാങ്ങി ഇന്ന് വീട്ടിൽ കൂടെ കയറാം. വാ, ഇവിടെ കറണ്ട് ഇല്ല ഗൈസ്. പിള്ളേരുണ്ടോ, പിള്ളേര് പറഞ്ഞിട്ട് എന്താ അവിടുന്ന് കറണ്ട് വേണ്ടേ? ഫോൺ എടുക്കാൻ ചെങ്ങന്മാരപ്പം ഞങ്ങളിന്ന് എത്തിയ ദിവസമാണെങ്കിൽ വീട്ടിൽ കറണ്ടില്ല. കണ്ടങ്ങൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്താ വെച്ചാല് ഒരു പരിപാടി നടക്കൂല. ഇന്നിപ്പോൾ ഇനി വണ്ടിയുടെ സാധനങ്ങൾ പോലും ഞങ്ങൾ എടുത്താക്കാൻ നിൽക്കണില്ല. ഒക്കെ വണ്ടീനെ അങ്ങോട്ട് സൈഡാക്കാൻ നല്ലാതെ വേറെ പരിപാടി നടക്കൂല അല്ലല്ലോ. പിന്നെ വേണ്ട പിള്ളേർക്കൊക്കെ നമ്മളെ മുട്ടായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ നാളെ പരിചയപ്പെടാം. ഇതൊക്കെ നമ്മളെ കാരണന്മാരെ കുട്ടികളാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ ബൈ.